2 പതിറ്റാണ്ട് കാലം സന്നിധാനത്ത് തീർത്ഥാടകർക്ക് വഴികാട്ടിയായിരുന്ന ശബ്ദമില്ലാതായിട്ട് 7 മാസം പിന്നിടുന്നു. സന്നിധാനത്ത് പുതിയ ശബ്ദമാകുന്നവരെ കുറിച്ചും കൂടി അറിയാം. അനിൽ സ്വാമി സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ മാളികപ്പുറത്തിന് സമീപമുള്ള അന്നദാന മണ്ഡപത്തിൽ എത്തുക. സന്നിധാനത്തെന്നും തീർത്ഥാടകർക്ക് വഴികാട്ടിയായിരുന്ന ശബ്ദം. സന്നിധാനത്ത് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കേട്ട ഗോപാലകൃഷ്ണന്റെ ശബ്ദം നിലച്ചിട്ട 7 മാസം പിന്നിടുന്നു. ഇന്ന് പകരക്കാരൻ സഹോദരൻ ഗോപിയാണ്. സ്വാമി ശരണം. മലപ്പുറം തിരുനാവിൽ നിന്ന് വന്നിട്ടുള്ള അപ്പു എന്ന് വിളിക്കുന്ന വിശ്വനാഥൻ സ്വാമിയെ കാത്ത് അനീസ് സ്വാമി മാളികപ്പുറത്തെ വെടിവെച്ച സ്ഥലത്തേനെ കാത്തു നിൽക്കുന്നു. ചേട്ടൻ്റെ ശൈലി ഒത്തില്ലേലും ഇവിടുത്തെ ഭഗവത് നാമം വിളിച്ചു പറയുവാനും കൂട്ടം തെറ്റിപ്പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ കൂട്ടിയോജിപ്പിക്കാനും ഭഗവാൻ എനിക്കതിനുള്ള കഴിവ് തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലം ഈ തിരുസന്നിധിയിൽ ഭഗവാന്റെ നാമത്തെ ഉരുവിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നും 18-ാം പടി, പെരുമുറ്റം, സോപാനം, മാളികപ്പുറം നട എന്നിവിടങ്ങളിൽ മൊബൈലും മറ്റ് ക്യാമറകളും ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നതല്ല. ഗോപിയേട്ടന് കരുത്തായി കൂടെ 2 പേരുണ്ട്. കരുനാഗപ്പള്ളി സ്വദേശി അഖിലും തമിഴ്നാട് സ്വദേശി ഹരിഹരനും. തമിഴ്നാട് തിരുവണ്ണാമലൈ മാവട്ടം ചെയ്യാറ് யானாத்தாவடியிலிருந்து தரிசனத்திற்கு வந்துள்ளார். ரோஹித் வாசன் என்ற 14 வயதுடைய மணிகண்ட சுவாமி அவரின் தந்தையிடமிருந்து கூட்டம் தவறியுள்ளார். உங்களுக்காக உங்களுடன் வந்துள்ள உங்களது தந்தை வெங்கடேசன் சுவாமி இங்கு காத்து கொண்டிருக்கிறார். സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ ചെറിയ കുട്ടികൾ തൊട്ട് വാർദ്ധക്യർ വരെ ഇവിടെ കൂട്ടം തെറ്റി വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളിത് അനൗൺസ് ചെയ്ത് തുടർച്ചയായിട്ട് അനൗൺസ് ചെയ്ത് ആരും വിഷമിച്ച് ഇവിടുന്ന് പോവേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇവിടെ വന്ന് ഒത്തുചേർന്ന് വളരെ സന്തോഷപൂർവ്വമാണ് ദർശനം കഴിഞ്ഞിട്ട് മലയിറങ്ങുന്നത്. കന്നഡയും തമിഴുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഹരിഹരനാണ്. மேட்டூரிலிருந்து தரிசனத்திற்கு வந்துள்ள முகில்ராஜ் என்ற மணிகண்ட சுவாமி, தாங்கள் சன்னிதானம் சுற்றுப்புறத்தில் எங்கிருந்தாலும் தங்களது அருகில் உள்ள போலீஸ் ஐயப்ப சுவாமிகளின் உதவியோடு மரக்கூட்டத்திற்கு செல்லுமாறு கேட்டுக்கொள்ளப்படுகிறது. குழந்தைங்களோ இல்லை வயசானவங்க, ரொம்ப வயசானவங்க இங்கே வரும்போது அழுதுட்டு வருவாங்க. அப்போது நம்ம அவங்களுக்கு ஒரு இது வேண்டி நாங்கள் இருக்கோம், ஐயப்ப சுவாமி உங்களுக்கு கூட உள்ளவரை கூட்டி கொண்டு இங்கே கொண்டு வரும் என்ன പറഞ്ഞിട്ട് அவருக்கு அனௌன்ஸ் செய்யும். கண்டினியூவாக அனௌன்ஸ் செய்து இங்கே நாங்கள் கூப்பிடுவோம். அப்போ அவங்க வந்தப்புறம் ஒரு சந்தோஷத்தோடு போவாங்கல்ல, அதை காணும்போது இந்த 2 மாதம் பயங்கர சந்தோஷமாக இருக்கும். நம்ம வாழ்க்கையில் இதுவரை ஊரில் எந்த வேலை பார்த்தாலும் இந்த 2 மாதத்தில் இங்கே நிற்கிறது தான் நம்மளோட வாழ்க்கையில் ஒரு சந்தோஷமான தருணம். திருச்சி மாவட்டம் துறையூர் வட்டம் வாசரப்பள்ளி கிராமம் பெட்டிக்கடைக்காரர் மணி குருசாமி எங்க இருந்தாலும் 18-ാം പടിക്കിட்ட നമ്പ്യാർ മണ്ഡലത്തിട്ട് വരുമാறு കേട്ടുകൊള്ളപ്പെടുகிறது. സന്നിധാനത്തിന്റെ ശബ്ദമായി ഈ മൂവരും എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. അയ്യപ്പന്മാർക്ക് കരുതലായി. വേണുവിനൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.